കാസർഗോഡ് പടന്നക്കാട് മറിഞ്ഞ ടാങ്കറിലെ പാചകവാതകം സുരക്ഷിതമായി മാറ്റി. മംഗളൂരുവിൽ നിന്നെത്തിച്ച 3 ടാങ്കറുകളിലേക്കാണ് പാചകവാതകം മാറ്റിയത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. സാരംഗ സുരേഷ് വിശദാംശങ്ങൾ നൽകും. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാസർഗോഡ് പടന്നക്കാടിന് തൊട്ടടുത്തായി ഒരു ടാങ്കർ അപകടം നടക്കുന്നത്. ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ തൊട്ടരികിലുള്ള ആ ഒരു പാടത്തേക്ക് മറയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അപകടം മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തുന്നു. അതുപോലെ തന്നെ ആളുകളെയൊക്കെ തന്നെ പരിസര പ്രദേശത്തുള്ള വീടുകളിലുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നു. വാണിജ്യ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിക്കുന്നു. കൃത്യമായ രീതിയിലേക്ക് ഉള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു കാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ പിന്നീടാണ് അതിന് പിറകിലുള്ള വലിയ ഒരു പാളിച്ച പുറത്തേക്ക് വരുന്നത്. കാരണം മംഗളൂരുവിൽ നിന്നുള്ള IOCയുടെ അധികൃതരെ കൃത്യമായി ഒരു വിവരം അറിയിച്ചില്ല എന്ന ആ ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് റീഫിൽ ചെയ്യാനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞാണ് ഇവിടെ എത്താൻ സാധിച്ചത്. അതിനിടയിൽ കണ്ണൂരിലെ കുപ്പത്ത് നിന്നും ഗലാസികളെ എത്തിച്ച് ടാങ്കർ ലോറി റോഡരികിൽ നിന്ന് മാറ്റാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിനെയും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു നീക്കം നടക്കുകയുണ്ടായി. അത് വലിയൊരു അപകടമായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. കാരണം ഈ ഒരു ടാങ്കറിന് എല്ലാ ടാങ്കറുകൾക്കും ഉണ്ടാവുന്ന രീതിയിൽ തന്നെ സേഫ്റ്റി വാൾവുണ്ട്. ആ ഒരു സേഫ്റ്റി വാൾവിൻ്റെ ഭാഗത്ത് ക്രെയിൻ ഉപയോഗിച്ച് നീക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ലീക്ക് കണ്ടെത്തുകയുണ്ടായി. പിന്നീട് ഗ്യാസ് വ്യാപിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നത്. പിന്നീട് ആളുകൾ പൂർണ്ണമായും ആറങ്ങാടി GLPSലും അതുപോലെ തന്നെ മുത്തപ്പൻകാവ് ഓഡിറ്റോറിയത്തിലുമൊക്കെ തന്നെ സജ്ജീകരിച്ച ക്യാമ്പുകളിലേക്ക് പൂർണ്ണമായി ആളുകളെ മാറ്റുന്നു. ദേശീയപാതയിലൂടെയുള്ള യാത്ര പൂർണ്ണമായി നിരോധിക്കുന്നു. മറ്റ് സമാന്തര പാതകൾ ഉപയോഗിച്ച് ആളുകൾ പോകണമെന്നുള്ള വിവരമൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നു. പിന്നീട് അതിനുശേഷം ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷം ഏറെ മണിക്കൂറുകൾ പണിപ്പെട്ട ശേഷമാണ് ആ ഒരു ലീക്ക് പിന്നീട് പൂർണ്ണമായി അടയ്ക്കാനായത്. അതിനുശേഷം മംഗളൂരുവിൽ നിന്നെത്തിയ 3 ടാങ്കറുകളിലേക്ക് പാചകവാതക ഗ്യാസ് പൂർണ്ണമായി മാറ്റുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും സ്ഥിതി ശാന്തമായിരിക്കുന്നു. ഈ ഒരു പ്രദേശത്തെ ജനജീവിതം പൂർണ്ണമായും സാധാരണ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ക്യാമ്പുകൾ അടച്ചുപൂട്ടി ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. കാസർഗോഡ് പടന്നക്കാട് നിന്നും ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.